മാഷെ, ഹിന്ദുത്വ ആചാര്യന്മാരിൽ പ്രഥമ സ്ഥാനത്തുള്ള വിനായക് ദാമോദർ സവർക്കർ, വീർ സവർക്കർ ഒരു നിരീശ്വരവാദിയായിരുന്നു. പശുവിനെ ആരാധിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പോലും വിശ്വസിച്ചിട്ടുണ്ട്. ജാതീയതക്കെതിരെ പോരാടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേയധികം സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരാളാണ് സവർക്കർ. ആ സവർക്കർക്ക് ഷൂ നക്കി എന്ന് പറയുന്ന ഒരു ചരിത്രം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമല്ല. നമ്മൾ അങ്ങനെ പറയുന്നത് ഒരാളുടെ എന്തിനാണ് അതിൻ്റെ ഒരു ആവശ്യം മാഷെ? രാഷ്ട്രീയത്തിൽ ശത്രുക്കൾക്കെതിരെ ഏതായുധവും ഉപയോഗിക്കും. അതുകൊണ്ട് അത് അദ്ദേഹത്തിനെതിരെ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് സ്വാഭാവികമായിട്ട്. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയുള്ള അതിസാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി, ഒരു കളക്ടറെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്യുന്നതിന് കാരണമായിത്തീരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ തടങ്കലിൽ നിന്ന് അയാൾ ചാടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. അയാൾ ചാടി രക്ഷപ്പെടുന്നു. പക്ഷേ ഫ്രഞ്ച് പട്ടാളത്തിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ഫ്രഞ്ചുകാരുടെ കയ്യിൽ പെടുന്നു. അവിടെ നിന്ന് ബ്രിട്ടീഷുകാർ വീണ്ടും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വരികയും 50 വർഷക്കാലം അദ്ദേഹത്തിന് തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇരട്ട ജീവപര്യന്തം. പക്ഷേ അദ്ദേഹം അങ്ങനെ അതിനകത്ത് കിടക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുമ്പോഴാണ് അദ്ദേഹം വീർ എന്ന് വെച്ചാൽ ധീരൻ, വീർ സവർക്കർ എന്ന് അയാൾ തന്നെ സ്വയം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും പിന്നീട് ഇപ്പോൾ അത് വീർ സവർക്കർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ കൊണ്ടുകിടക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. പക്ഷെ അദ്ദേഹത്തെ പ്രിയപ്പെട്ടതാക്കി മാറ്റിയത്, ഭാരതീയ ജനതാ പാർട്ടിക്കും അതുപോലെ തന്നെ RSSനൊക്കെ പ്രിയപ്പെട്ടതാക്കി മാറ്റിയത്, അദ്ദേഹം ഹിന്ദുത്വയെക്കുറിച്ച് ഒരു പ്രത്യയശാസ്ത്രം തന്നെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അത് സവർക്കറുടെ കാഴ്ചപ്പാടിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഇത് രൂപപ്പെടുത്തി എടുക്കുകയും ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഇന്ന് വളരെയധികം ജാതി വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു കിടക്കുകയും തമ്മിൽ തല്ലി തകരാറിലാവുകയൊക്കെ ചെയ്ത ഒരു സംവിധാനമാണ് ശരിക്കും ഹിന്ദുക്കൾക്കകത്തുള്ളത്. എന്ന് വെച്ചാൽ സവർണ ഹിന്ദുക്കളുടെ അടിയേറ്റ് വലിയ രീതിയിൽ ദളിതരും മറ്റുമൊക്കെ മതം മാറാൻ തന്നെ തീരുമാനിക്കുന്ന അവസ്ഥയിലെത്തിയ ഘട്ടത്തിൽ അവരെ ഏകോപിപ്പിച്ച് ഇവരെല്ലാം ഹിന്ദുക്കളായി നിൽക്കണമെന്നും മറ്റുള്ളവരെ അതിൻ്റെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹിന്ദുക്കളല്ലാത്തതായിട്ടുള്ള മതവിശ്വാസികൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ ലോകത്ത് നിന്ന് പുറത്താകും. അദ്ദേഹം ഹിന്ദുക്കളുടെ മാത്രം ഒരു രാഷ്ട്രം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അതിനിടക്കാണ് മുഹമ്മദ് അലി ജിന്ന നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ദ്വിരാഷ്ട്രവാദം കൊണ്ടുവരുന്നു. ആ ദ്വിരാഷ്ട്രവാദം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ, ഹിന്ദുക്കൾക്ക് ഇന്ത്യ, ഇതിനെ ഏറ്റവും ശക്തമായിട്ട് അനുകൂലിച്ച ഒരാളാണ് സവർക്കർ. കാരണം സവർക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കൾപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്നത് രൂപപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അതായത് നിരീശ്വരവാദിയായ ഒരാളെ ഇന്നത്തെ BJPക്കാർക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. സനാതന ധർമ്മത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകളാണ് നമ്മളുടെ ഇന്നത്തെ BJPയുടെ നേതൃത്വം എന്ന് പറയുന്നത്. ഇദ്ദേഹം പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും അംഗീകരിച്ചിരുന്ന ഒരാളല്ല. നിരീശ്വരവാദിയായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദൈവവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് അവരെടുത്തത് ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം മാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിലിപ്പം മാഷ് പറഞ്ഞ 2 നേഷൻ തിയറി, അല്ലെങ്കിൽ സവർക്കർ പറഞ്ഞത് ഒരു നേഷനിൽ, ഒരു രാജ്യത്ത് 2 നേഷനായിട്ട് നിലനിൽക്കാം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതായത് വിഭജനമല്ല സവർക്കർ യഥാർത്ഥത്തിൽ മുമ്പോട്ട് വെച്ചത്. ഒരു നേഷൻ, ഒരു രാജ്യം, പക്ഷേ അതിൽ തന്നെ 2 നേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. അതിൽ അനുകൂലിച്ചു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസൽമാന്മാർക്ക് അവരുടെ ബേസിക്കലി അവരുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യത്തോടാണ്. അതുകൊണ്ട് അവർക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു സംഗതിയാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതെ, എന്ത് സംഗതി ആയിക്കഴിഞ്ഞാലും മുഹമ്മദ് അലി ജിന്ന ഈ നിരാഷ്ട്രവാദം കൊണ്ടുവരുമ്പോൾ
അതിനെ സഹായിച്ച അല്ലെങ്കിൽ അതിനെ പിന്തുണച്ച ഒരാൾ എന്ന നിലക്കാണ് സവർക്കർ എന്ത് ചെയ്യുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ഒരു രാഷ്ട്രത്തിൽ തന്നെ ഒരു വിഭാഗം മുസ്ലിങ്ങളായിട്ട് നിൽക്കുക, മറ്റൊരു വിഭാഗം ഹിന്ദുവായിട്ട് നിൽക്കുക, അവർ വേറെ ഒരു ഭാഗമായിട്ട് നിൽക്കുക. എന്തായാലും ശരി, നിരാഷ്ട്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രധാനപ്പെട്ട പക്ഷെ ഒരു നേഷനിൽ തന്നെ രണ്ടുപേരും എന്നുള്ളൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രസങ്കല്പത്തിനകത്ത് യഥാർത്ഥത്തിൽ ഹിന്ദു ദേശീയത എന്ന സങ്കല്പം ഉണ്ടായിരുന്നു, ഹിന്ദു ദേശീയത. അപ്പോൾ ദേശീയതയെ അല്ലെങ്കിൽ സംസ്കാരത്തെ തന്നെ ഒരു രാഷ്ട്രമാക്കി മാറ്റുന്ന തരത്തിലുള്ളൊരു സങ്കല്പമാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം വളരെ തീവ്രമായിട്ടുള്ള ഹിന്ദുത്വത്തിൻ്റെ വക്താവായിട്ട് മാറിത്തീർന്നത്. അദ്ദേഹം ഈ ഹിന്ദു മഹാസഭയുടെ നേതാവായി. അപ്പോൾ ഹിന്ദു മഹാസഭയുടെ നേതാവായിരിക്കുന്ന സമയത്ത് ആണ് അദ്ദേഹം ഗാന്ധിജിയുടെ കൊലപാതകത്തിൽ പ്രതിയാക്കപ്പെടുന്നത്. കാരണം ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ഗോഡ്സെ ഗാന്ധിയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് 1, 2, 3 മൂന്നാമത്തെ വട്ടമാണ് അദ്ദേഹം കൊലപാതകം നടക്കുന്നത്. അപ്പോൾ ഗാന്ധിയെ കൊല്ലുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗാന്ധി മുസ്ലിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതായിരുന്നു. ആ കൊലപാതകത്തിൽ ഗൂഢാലോചന കുറ്റമാണ് യഥാർത്ഥത്തിൽ സവർക്കർക്ക് നേരെ ഉണ്ടായത്. സവർക്കർ പിന്നീട് വിട്ടയച്ചു, കാരണം മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഹിന്ദു മഹാസഭയുടെ ആ തീരുമാനത്തിലൊക്കെ അദ്ദേഹം പങ്കാളികളായിരുന്നു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പോലും സംശയമില്ല. പക്ഷേ ഇന്ന് നമുക്ക് അത് ആ രീതിയിൽ പറയാൻ പറ്റാത്ത ഒരു രീതി BJP RSSും സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം സവർക്കർ സംരക്ഷിക്കേണ്ടത് ഇന്ന് BJPയുടെ വലിയൊരു ആവശ്യമാണ്. കാരണം സവർക്കർ എന്ന് പറയാൻ BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിത്തറ പാകിയ വ്യക്തിയാണ്. അല്ലെങ്കിൽ സവർക്കറിലൂടെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് രൂപപ്പെട്ട് വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന അദ്ദേഹം ഗാന്ധിയെ കൊന്ന ഒരാൾ, അല്ലെങ്കിൽ ഗാന്ധിയുടെ കൊലപാതകത്തിൽ പങ്കാളിയായ, അല്ലെങ്കിൽ ഗാന്ധിയുടെ കൊലപാതകത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചനയിൽ വലിയ റോൾ വഹിച്ച ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് അപകടമാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് അതിശക്തമായിട്ട് അവരതിനെ എതിർക്കുന്നതെന്നാണ് ഈ മനസ്സിലാക്കുന്നത്. കാരണം കോടതി ഇല്ലാത്ത കാലം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കോടതി വിട്ടയച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിട്ടയച്ചതിൻ്റെ പേരിൽ അത് ശരിയാണ്. അപ്പം അത് എത്രയോ തെളിവില്ലാത്ത എത്രയോ കേസുകൾ രാഷ്ട്രീയമായിട്ട് പക്ഷെ പരിശോധിക്കുന്ന സമയത്തിൽ പങ്കാളിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് എതിരാളികൾ, രാഷ്ട്രീയ എതിരാളികൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് വാദവും നിലനിൽക്കുന്നത്. RSS അതിശക്തമായിട്ട് അതിലൊന്നും അദ്ദേഹത്തിന് പങ്കാളിത്തമില്ല. പക്ഷെ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെയുള്ള സവർക്കറിനെ എന്തിനാണ് AKGയെ പോലുള്ള മഹാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ അനുകൂലിച്ചത്? 1957 സവർക്കറിന് ഒരു പ്രത്യേക പരിഗണന നൽകണമെന്ന് പറഞ്ഞ് പാർലമെൻറ്റിൽ ഒരു പ്രമേയം വന്നപ്പോൾ 78 പേര് എതിരായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തപ്പോൾ 48 പേരാണ് അനുകൂലിച്ച് വോട്ട് ചെയ്തത്. അതിലൊരാൾ AKG ആണ്. അതേപോലെ EMSനെ പോലുള്ള നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രവർത്തനത്തിനെ കുറിച്ച് വളരെ ഭയങ്കരമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അല്ല, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്നാണ് വളരെ പിന്നീട്, അതായത് എനിക്ക് തോന്നുന്നു 1980s ആ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പലതരം മാർഗങ്ങൾ പലരും സ്വീകരിച്ചിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രീതിയോട് യോജിപ്പുള്ള ഒരാളായിരുന്നില്ല സവർക്കർ. മാത്രമല്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തെ പോലെ അദ്ദേഹം എതിർക്കുകയാണെങ്കിൽ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്ത കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ശക്തമായിട്ട് BJP ഇപ്പോൾ വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോൾ സവർക്കറും അതിനെ എതിർത്തിരുന്ന ഒരാളാണ് എന്നുള്ള കാര്യം അവർ വിസ്മരിക്കുന്നുണ്ട്. ഇതങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ വാചകമടികളോ പോരാട്ടങ്ങളോ വാഗ്വാദങ്ങളോ ഒക്കെയാണ്. പക്ഷേ സവർക്കറുടെ പ്രാധാന്യം വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന് പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഒരു മറ വീഴുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 50 വർഷക്കാലത്തേക്ക് അദ്ദേഹത്തെ ശിക്ഷിച്ചു കഴിയുമ്പോൾ അവിടെ കിടന്ന് വെറുതെ ജയിലിൽ കിടന്ന് ജീവിതം തീർക്കണ്ട എന്ന് തീരുമാനിച്ച് മാപ്പെഴുതി അദ്ദേഹം പുറത്തു വരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ. അപ്പോൾ ഒരാൾ മാപ്പെഴുതി പുറത്തു വന്നാൽ സ്വാഭാവികമായിട്ടും അതിനെതിരെ പഴിയേക്കേണ്ടി വരും. അതാണിപ്പോൾ കേൾക്കുന്നത്. അതല്ലാണ്ട് ചരിത്രം മുഴുവനായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഴ്ചകളും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും ഒക്കെ
മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ മാഷ അതിലെ ഈ ഇപ്പോൾ അദ്ദേഹം എഴുതി നൽകിയിരിക്കുന്ന ക്ലിമൻസി പെറ്റീഷനിൽ പലതവണ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ബ്രിട്ടീഷുകാർക്ക് യഥാർത്ഥം എന്തിന് ഇദ്ദേഹം പലതവണ എഴുതി കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല ആളുകളെയും വെറുതെ വിടുന്നു, ഇയാൾ എത്ര എഴുതി കൊടുത്തിട്ടും വെറുതെ വിടുന്നില്ല. കാരണം ഇയാൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കെതിരെ പോരാട്ടം നയിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു അഭിനയം മാത്രമാണ് ഈ മാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവസാനമാണ് പിന്നെ ഒരു കണ്ടീഷന്റെ പുറത്തേക്ക് അതെ, ആ കണ്ടീഷന്റെ പുറത്ത് മാപ്പ് എഴുതി അദ്ദേഹം പുറത്തു വന്നു. പിന്നെ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തില്ല. പക്ഷെ ഇതിൽ എഴുതുമ്പം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് പിറ്റി ദാറ്റ് എനിക്കിങ്ങനെ എഴുതേണ്ടി വരുന്നു, പക്ഷേ ഇതെന്റെ ഹ്യൂമൻ റൈറ്റ് ആണ്, എനിക്ക് ഇങ്ങനെ ഒരു മാപ്പ് അപേക്ഷ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എഴുതുക എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണെന്ന് അദ്ദേഹം പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല, സവർക്കർ മാത്രമല്ലല്ലോ പക്ഷേ അന്നത്തെ കാലത്ത് പല ആളുകളും ഈ ക്ലിമൻസി പെറ്റീഷൻ എഴുതിയിട്ടുണ്ട്. അത് എഴുതുന്നതിന് അതിൻ്റെതായ ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് ഞാൻ പറയുന്നത്, ഇങ്ങനെ മാപ്പ് എഴുതി കൊടുത്ത ഒരാൾ പുറത്തു വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ മറ്റുള്ളവർ സംരക്ഷിക്കണമെന്നില്ല, സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കില്ല. അവർ രാഷ്ട്രീയ എതിരാളികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉപയോഗിക്കും. മറ്റൊരു തിരിച്ച് ഇവർക്കൊക്കെ എതിരെ അത് തന്നെയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ എല്ലാത്തിനെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാൻ നമ്മുടെ സമൂഹത്തിൽ ആരും തയ്യാറില്ല. എന്തൊക്കെ സംഭവങ്ങൾ, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചീത്ത വശങ്ങൾ എന്നൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. രാഷ്ട്രീയപരമായി മാത്രമാണ് കാണുന്നത്. എല്ലാവരും രാഷ്ട്രീയപരമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. കാരണം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത്, രാഷ്ട്രീയമായിട്ടൊരു സിമ്പിളായി അദ്ദേഹം മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായിട്ട് എതിരാളികളും അതിനെ കാണുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും രൂക്ഷമായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ 50 വർഷം ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരാളെന്നല്ല, ബ്രിട്ടീഷ് സർക്കാർ ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുത്തത് ആർക്ക് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ചോദ്യം വന്നതിന്റെ പേരിൽ കാസർഗോഡുള്ള അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ്. അതെ, ആ അധ്യാപകൻ എന്തിനാണ് സവർക്കറെ തെരഞ്ഞെടുത്തെന്നുള്ള ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിരിക്കും അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം. എല്ലാവരുടെയും പ്രശ്നം പൊളിറ്റിക്സ് ആണ്. പക്ഷേ ഇവിടെ കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്. ഇപ്പം 17-ാം തീയതി വിശദീകരണം നൽകണം. ഒരുപക്ഷെ സർക്കാരിന് തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത പോലും ഉണ്ട്. ഈ ചോദ്യം തെറ്റല്ലെങ്കിൽ, ഇതിന് മറ്റൊരു പ്രശ്നമില്ലെങ്കിൽ, പിന്നെ എന്തിനാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ജസ്റ്റിസ് ചോദിച്ചിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നൽകണം. എന്ത് തരത്തിലുള്ള കലാപമാണ്, പ്രശ്നമാണ് ഇങ്ങനെ ഒരു ചോദ്യം ക്രിയേറ്റ് ചെയ്യുക? കാരണം ഈ നമുക്കിപ്പം മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് ജയിലിൽ കിടന്നതല്ല, തടവ് ശിക്ഷ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് 50 വർഷം സവർക്കറിനാണ്. പക്ഷെ അദ്ദേഹം അതിനു മുമ്പ് ഇറങ്ങി. പക്ഷെ തടവ് ശിക്ഷ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പം അത് കറക്റ്റാണ്. അതിൽ മറ്റേതെങ്കിലും രീതിയിൽ മുസ്ലിങ്ങളുടെ കലാപം ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു പ്രശ്നമില്ലെന്നേ. അല്ല, പിന്നെ ഇപ്പൊ എന്തിനാണ് വിഷയം എന്താണെന്ന് വെച്ചാൽ, സവർക്കറെ ഇയാൾ സാഹസിക ധീരനായി പ്രഖ്യാപിക്കാനായിട്ടാണ് അത്തരം ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്ത് എന്നുള്ളതാണല്ലോ രാഷ്ട്രീയമായിട്ടുള്ള കാര്യം മാത്രമാണ്. രാഷ്ട്രീയമല്ലെങ്കിൽ അതിനകത്ത് എന്താണ് പ്രസക്തിയുള്ളത്? രാഷ്ട്രീയം ഇല്ലെങ്കിൽ സവർക്കർക്ക് തന്നെ പോലും ഒരു പ്രസക്തി ഉണ്ടാവില്ല എന്നാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ തിങ്കിങ്, പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ, അവിടെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യവും പ്രാമുഖ്യമുള്ളത്. അതല്ലാതെ ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം, എന്തിനാണ് ഇത്തരത്തിലുള്ള ചോദ്യം കുട്ടികൾക്കിടുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ. ഇപ്പോൾ ഡൽഹി സർവകലാശാല ഈ കഴിഞ്ഞ ദിവസം NEP അനുസരിച്ച്, NEP എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് സുൽത്താൻ ഭരണകാലം മുഴുവനും ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റി, ഞാൻ അത് പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അത് മാറ്റാണ്. അപ്പോൾ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ ഒരു ചോദ്യം, സുൽത്താൻ ഭരണകാലത്തെക്കുറിച്ച് ഒരു ചോദ്യം വരുന്നതായിരിക്കും, താജ്മഹൽ നിർമ്മിച്ചതായി. അങ്ങനെ ചോദിച്ച അയാളെ അവിടുത്തെ ആ ഭരണകക്ഷികൾ എന്ത് ചെയ്യും? ഇതുപോലെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പൊളിറ്റിക്സ്. അപ്പം നമുക്ക് അറിയാം താജ്മഹൽ നിർമ്മിച്ച ആര് എന്ന് പറയുന്ന ചോദ്യത്തിന് എന്താണ് കുഴപ്പം? അതിൻ്റെ കുഴപ്പമില്ല. അപ്പൊ ഇവിടെ പൊളിറ്റിക്കലായിട്ട് ഇതിനെ കാണുമ്പോൾ മാത്രമാണ് ഇത് ഒരു കൂട്ടർക്ക് അനഭവിതമായി തീരുകയും മറ്റൊരു കൂട്ടർക്ക് പ്രിയങ്കരമായി തീരുകയും ചെയ്യും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ SA ഡാംഗെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, സ്ഥാപകരിൽ ഒരാള് മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പം അങ്ങനെയുള്ളൊരു ചരിത്രം കൂടിയുണ്ട്. ഇപ്പൊ ഇവിടെ വിഷയം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നമല്ലല്ലോ. പക്ഷേ ഇത് എന്താണ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ടോ, പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ളതല്ല ചോദ്യം. പക്ഷേ ഇത് എന്താണ്, നമ്മൾ സവർക്കറെ മഹത്വവൽക്കരിക്കണം എന്ന് മഹത്വവൽക്കരിക്കുന്ന നടക്കുമ്പോൾ
മഹത്വവൽക്കരണം നടക്കുന്നുണ്ട് ഒരു വശത്ത്. അല്ല, പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ചരിത്രം മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിന് ഈ ഒരു ചരിത്രം മാത്രമല്ല, അദ്ദേഹം ലണ്ടനിൽ പോയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, ഷിപ്പിൽ നിന്ന് സാഹസികമായിട്ട് നടുൽക്കടൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, വേറൊരു ഫേസ് എന്ന് പറയുന്നത് ജയിലിൽ, ഈ സെല്ലുലാർ ജയിലിലാക്കപ്പെട്ടതിന് ശേഷം മറ്റ് ഒരു തടവ് ശിക്ഷകാർക്കും ഇല്ലാത്ത തരത്തിലുള്ള അതിക്രൂര പീഡനങ്ങളാണ് സവർക്കർക്ക് കൊടുത്തിട്ടുള്ളത്. ഡി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഡേഞ്ചറസ് പ്രിസണർ എന്ന രീതിയിൽ എത്രയോ കാലം. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അനുഭവിച്ചൊരു സവർക്കറിനെ നമ്മൾ ഷൂനക്കി എന്ന് മാത്രം ക്ലിമൻസി പെറ്റീഷൻ എഴുതി കൊടുത്തതിന്റെ പേരിൽ വിശേഷിപ്പിക്കുന്നത് അതൊരു മാനുഷികപരമായിട്ട് തെറ്റുള്ളതാണ്. അത് മാത്രമല്ല, എല്ലാവരും ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന എല്ലാ കാര്യങ്ങളും വിശേഷിപ്പിക്കാം, അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറയാം, കൂട്ടത്തിൽ അദ്ദേഹം ഷൂനൊക്കെയാണ് എന്നും പറയാം. അതിൽ കുഴപ്പമില്ല. ഇത് ഏതെങ്കിലും ഒരെണ്ണം മാത്രം പറയുമ്പോൾ മാത്രമുള്ള അപകടമാണ്. അല്ല, ഏതെങ്കിലും ഒന്ന് പറയുമ്പോഴുള്ള അപകടം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഒന്ന് മാത്രം പറയരുത്, എല്ലാം പറയണം എന്നുള്ളത്. മറ്റൊരു അവസാനം നിർത്തുമ്പോൾ ഒരു കാര്യമുണ്ട്. പണ്ട് കാലം മുതൽ അറിഞ്ഞത് സവർക്കർ ഹിന്ദുത്വവാദിയായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും ഇദ്ദേഹത്തോട് താല്പര്യവും ഇഷ്ടവും ഉണ്ടായിരുന്നു. AKG അങ്ങനെയുള്ള ആളാണ്. മറ്റു പല ആളുകളുമുണ്ട് സവർക്കറിനെ അനുമോദിക്കാൻ ഒരു പരിപാടിയിൽ വിളിച്ചു കൊണ്ടുവരികയും പിന്നെ ആജീവനാനന്ദ അദ്ദേഹവുമായിട്ട് ബന്ധം പുലർത്തിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ട്. അപ്പം പക്ഷേ എങ്ങനെയാണ് ഒരു ഹിന്ദുത്വവാദിക്ക് അപ്പോൾ നിരീശ്വരവാദിയാകാൻ പറ്റുന്നത്? പശുവിനെ ആരാധിക്കപ്പെടേണ്ട ഒരു മൃഗമല്ല എന്ന് പറയുന്നത്. മാഷ് പറഞ്ഞ പോലെ സവർക്കർ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അതിൻ്റെ ജാതീയതയാണ്. അത് ഇല്ലാതാക്കണമെന്ന് വേണ്ടിയിട്ട് ശക്തമായി വാദിച്ചിട്ടുള്ളൊരു ആളാണ്. അപ്പം ഹിന്ദുത്വവാദം അപ്പം നല്ലതാണോ എന്നുള്ളൊരു ചോദ്യം വരില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സവർക്കറെ സമഗ്രമായ രീതിയിൽ സവർക്കറുടെ അനുയായികൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിച്ചിരുന്നെങ്കിൽ അവരെ ഗോമാതാവിനെ ആരാധിക്കുന്നവരായി മാറുകയില്ല. നമുക്കറിയാം, BJPയും RSSും വളരെ ശക്തമായിട്ട് ഗോമാതാവിനെ ആരാധിക്കുന്നവരാണ്. അത് സവർക്കറുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് എന്നതുകൊണ്ട് സവർക്കർ ഉപേക്ഷിച്ചില്ല. സവർക്കർ നിരീശ്വരവാദിയായിരുന്നു. അത് ഏതെങ്കിലും RSS BJP നേതാക്കൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അവർക്ക് നിരീശ്വരവാദികളായി മാറാൻ പറ്റില്ല. അല്ല, ഉള്ളവരുണ്ട് കേട്ടോ, നിരീശ്വരവാദിയായിട്ടുള്ള ആളുകളുണ്ട്. അതുണ്ടാകാം. ഞാൻ പറയുന്നത് അവർ പൊതുസമൂഹത്തിലേക്ക് വെക്കുന്നത് എന്താണ്? പൊതുസമൂഹത്തിലേക്ക് അത് വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? പൊതുസമൂഹത്തിലേക്ക് ആ നിരീശ്വരവാദം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അയോധ്യ എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. അല്ലാണ്ട് ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരല്ല അവർ. സനാതനധർമ്മം അത് അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് മനുസ്മൃതിയിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. സവർക്കർ അതിനെതിരായിരുന്നു, ജാതി വിവേചനത്തിനെതിരായിരുന്നു. ഇങ്ങനെയുള്ള പല ആസ്പെക്റ്റുകൾ ഉള്ളത് കൊണ്ടാണ് അന്നത്തെ ചില കമ്മ്യൂണിസ്റ്റുകളെങ്കിലും അദ്ദേഹവുമായിട്ട് സഹകരിച്ചു പോയിരുന്നത്. കാരണം ഒന്ന്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആയുധമെടുത്തുകൊണ്ട് പോരാടണം എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തന രീതിക്ക് സമാനമായിട്ടുള്ളതെന്നാണ്. തീർച്ചയായിട്ടും. പക്ഷേ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് സമാന മനസ്ഥിതി തോന്നാം. നിരീശ്വരവാദികളാണ് നിരീശ്വരവാദികളുള്ള സവർക്കർ. അപ്പം അതുകൊണ്ട് പല കാര്യങ്ങളിലും അക്കാലത്തെ കമ്മ്യൂണിസ്റ്റുകളെല്ലാവരും ചിലപ്പോൾ അദ്ദേഹവുമായിട്ട് ഒത്തുപോകുന്ന പല മേഖലകളുണ്ടായിരുന്നു. നമ്മളുടെ ഇന്നത്തെ പോലെയല്ല അന്നത്തെ രാഷ്ട്രീയം എന്നോ. ഇന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കള്ളന്മാരുടെ, ചൂതുകളിക്കാരുടെ ഒരു സംവിധാനമാണ്. നുണയല്ലാതെ ഒരുത്തനും പറയില്ല. അപ്പോൾ എങ്ങനെ നുണ പറയണം, എത്ര കൗശലകരമായിട്ട് അത് പ്രയോഗിക്കണം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആളാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഈ എല്ലാ കാര്യങ്ങളിലും അവരിങ്ങനെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും അന്ന് സവർക്കറുടെയും അതേപോലെ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരടിച്ചിരുന്നതായിട്ട് ആളുകളുടെയൊക്കെ ജീവിത രീതി അത് വളരെ വ്യക്തവും സുതാര്യവുമായിരുന്നു. അവർ പറയും, അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും.
ഇന്നത്തെ മാതിരത്തെ ഈ നുണ എന്ന് പറയുന്നത് ഞാൻ അവസാനം നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചു നിർത്താം. പക്ഷേ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപപ്പെട്ടത് കൊണ്ടല്ലേ ഹിന്ദു മഹാസഭയും രൂപപ്പെട്ടത്? 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപപ്പെടുന്നത്. അതിനുശേഷമാണ് ഹിന്ദു മഹാസഭ രൂപപ്പെടുന്നത്. അപ്പൊ അതിന് അങ്ങനെ ഒരു ചരിത്രമില്ലേ? അതെ, അത് ആ ചരിത്രത്തിൻ്റെ ഒരു രൂപമാണോ നമ്മൾ നേരത്തെ സവർക്കറുടെ കാര്യം വെച്ച് ഡിസ്കസ് ചെയ്ത്. അതായത് ഹിന്ദു സാംസ്കാരിക ദേശീയതയാണ് യഥാർത്ഥത്തിൽ സവർക്കർ മുന്നോട്ട് വെക്കും. ആ ഹിന്ദു സാംസ്കാരിക ദേശീയത പോലെ മുസ്ലിം സാംസ്കാരിക ദേശീയതയാണ് ഒരു പാകിസ്ഥാൻ്റെ ജനനത്തിന് കാരണം എന്നും കരുതപ്പെടുന്നു. ഇങ്ങനെയാണ് ദ്വിരാഷ്ട്രവാദം ഉയരുകയും മുഹമ്മദ് അലി ജിന്ന അതിനുവേണ്ടി വാദിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അതങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഇതാണ് സവർക്കറിന്റെ എക്സാക്ട് വാക്കുകൾ. ടു നേഷൻ തിയേറ്ററെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത്. ദർ ആർ ടു ആന്റഗോണിസ്റ്റ് നേഷൻസ് ലിവിങ് സൈഡ് ബൈ സൈഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ രണ്ട് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പങ്ങളുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആന്റഗോണിസ്റ്റ് ശത്രുതാപരമായിട്ടുള്ള, മനസ്സിലായി? ആ ശത്രുതാപരമായിട്ടുള്ള രണ്ട് രാഷ്ട്രമായിട്ട് അത് തിരിഞ്ഞു, പാകിസ്ഥാനും ഇന്ത്യയായിട്ട്. ഇതിന് രണ്ടിനും കൂടി ഒരു പക്ഷേ സവർക്കർ മുമ്പോട്ട് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടുപേർ ഈ ഹിന്ദുത്വത്തില് ഈ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്താൻ പറ്റുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പം ഉണ്ടായത്. പാർട്ടീഷൻ അല്ല, അവിടെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അല്ല, പാർട്ടീഷൻ അല്ല എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പാർട്ടീഷൻ ആവും. കാരണം രാഷ്ട്രത്തിന്റെ സങ്കല്പം എന്താണ്? രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊരു അതിർത്തി ഉണ്ടായിരിക്കും. ദർ ഷുഡ് ബി എ ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് അതിനുണ്ടായിരിക്കും. രണ്ടതിനൊരു വലിയ ഡെമോഗ്രഫി ഉണ്ടായിരിക്കും, വലിയ ജനസംവിധാനം. മൂന്നാമത്തെ അതിന് ഒരു അധികാര സംവിധാനം ഉണ്ടായിരിക്കും. ഇതൊക്കെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അത് സെപ്പറേറ്റ് നേഷനാണ്. അല്ലാണ്ട് ആ രണ്ട് നേഷനെയും നമുക്ക് ഒരു വലിയ അതിർത്തി ഉണ്ടാക്കി അതിനകത്ത് സ്ഥാപിക്കാനായിട്ട് പറ്റുകയില്ല. ആൻറ്റഗോണിസ്റ്റിക്കാണ് അവർ, ശത്രുതാപരമായ സമീപനമാണുള്ളത്. അങ്ങനെയാണ് ഈ വിഭജനം ഉണ്ടാകുന്ന കാലത്ത് തന്നെ വലിയ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് ആ ശത്രുതകളൊക്കെ വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും 10,000-കണക്കിന് മനുഷ്യരാണ് അന്ന് മരിച്ചു വീണത് എന്നുള്ളതാണ്. രാഷ്ട്രം ശരിക്കും വിഭജിക്കപ്പെട്ട സമയത്ത് സ്വാതന്ത്ര്യത്തെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പോലും മനുഷ്യർ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതിലൊക്കെ പെട്ടുപോയ മനുഷ്യർ നിസ്സഹായരായ മനുഷ്യരാണ്. ആ നിസ്സഹായത രാഷ്ട്രവിഭജനത്തിൻ്റെ ഭാഗമായി സംഭവിച്ച വലിയ ദുരന്തം. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രമല്ല അകപ്പെട്ടു പോയത്. ഈ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കും ദുരന്തങ്ങളുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. സർക്കാരിന് വേണമെങ്കിൽ എൻ്റെ അടുത്ത് തിരിച്ചടി ഉണ്ടാകാം. കാരണം സർക്കാർ പൊളിറ്റിക്കലായി, രാഷ്ട്രീയമായിട്ടാണ് അതിനെ നേരിടേണ്ടി വന്നത്. രാഷ്ട്രീയമായി നേരിട്ടതുകൊണ്ട് കോടതിയിൽ അവർക്ക് സർക്കാരിനെ മുഖം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം രാഷ്ട്രീയം പറയാൻ പറ്റില്ല. കാരണം ഈ സവർക്കറെ മഹത്വവൽക്കരിക്കാനും ധീരസാഹസിക വിപ്ലവകാരിയായിട്ട് ചിത്രീകരിക്കാനും ആഗ്രഹിച്ച ഒരു ചോദ്യകർത്താവിൽ നിന്നുണ്ടായതാണ് ഈ ചോദ്യം. പക്ഷെ അവിടെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട്. പക്ഷെ അവിടെയാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ നേരത്തെ കോൺഗ്രസ് നേതാക്കൾ അംഗീകരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ദിരാഗാന്ധി വലിയ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് സവർക്കറിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ മുൻ ഗവൺമെന്റുകൾ ചെയ്ത് സവർക്കറിന് ഒരു വിലക്കൊന്നും ഇന്ത്യയിലില്ല. ചോദ്യം തയ്യാറാക്കിയാൽ എന്താണ് കുഴപ്പം? ഇതാണ് റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ ലെറ്ററിൽ May 20, 1980 കത്തിൽ പറയുന്നത്. സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സവർക്കറിന് ചോദ്യം ഉൾപ്പെടുത്തുന്നതിൽ എന്താണ് പ്രശ്നം എന്നുള്ളൊരു സംഗതി വരുമല്ലോ. അല്ല, സർക്കാരിന് തിരിച്ചടി കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഞാനങ്ങനെ കണക്കാക്കണം. കാരണം അത് പൊളിറ്റിക്കലാണല്ലോ. പൊളിറ്റിക്കലായിട്ട്, അതായത് പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയമാണ്. കക്ഷി രാഷ്ട്രീയം സർക്കാർ ഭാഷയല്ല. സർക്കാരിന് ആ ഭാഷ ഉപയോഗിച്ച് കോടതിയുടെ മുമ്പിൽ ന്യായീകരണം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നുവെച്ചാൽ സർക്കാരിന് തിരിച്ചടി വേണമെങ്കിൽ കോടതിയിൽ നിന്ന് കിട്ടിയേക്കാം.